എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ സ്വന്തം ഒരു പലഹാരം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. അപ്പോൾ നമ്മളിന്ന് ഉണ്ണിയപ്പമാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2 നാഴി പച്ചരി ഞാനൊരു 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. 1/2 കിലോ ശർക്കര. ഈ ശർക്കര നമ്മൾ നല്ല രീതിയിൽ പാനിയാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട്. ഇപ്പം 1/2 കിലോ ശർക്കരയ്ക്ക് ഞാനൊരു 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഒരുപാട് വാട്ടറി ആവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. കുറച്ച് ബ്രൗൺ ഷെയ്ഡിലുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിന് നല്ല കളർ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. 1/2 കപ്പ് വെള്ളം നല്ല രീതിയിൽ കട്ടയില്ലാണ്ട് പാനിയായി വരണം. അപ്പോൾ ഇത് മെൽറ്റായി തുടങ്ങി. ഇതിൽ ഒരുപാട് ചെളിയും അഴുക്കും ഒക്കെ കാണും. അതൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ഒരു കഷ്ണം പോലും ഇല്ല. അങ്ങനെ നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഫിൽറ്റർ ചെയ്യാം. നല്ല ചൂടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന പാത്രം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ ലേശം തണുത്തിട്ട് ഒഴിച്ചാലും മതി. കണ്ടില്ലേ, എന്തൊക്കെയോ കല്ലും മണ്ണും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇതൊക്കെ മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. ഒരു കുഴുകുഴുപ്പുണ്ട്. ഭയങ്കര വാട്ടറി ആയിട്ടല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ എമൗണ്ട് കുറച്ചിട്ടിട്ട് ഉരുക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി. ഇനി നമുക്ക് അരി മിക്സിനകത്തോട്ടേക്ക് ഇടാം. ഹാഫ് ആയിട്ട് നമ്മൾ 2 നാഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി അരി ഇപ്പോൾ ഇടുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളത്തിന് പകരം നമ്മൾ ഇത് തന്നെയാണ് ഒഴിക്കുന്നത്. ശർക്കര പാനിയിൽ അത് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ. ഓക്കെ, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വെള്ളം പോലെ ആവാൻ പാടില്ല നമ്മുടെ മാവ്. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ മാവ് അരച്ചു. മാവ് അരയ്ക്കുമ്പോൾ ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് നിങ്ങൾ അരയ്ക്കരുത്. ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു തരിതരിപ്പ് വേണം മാവിന്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ് നമ്മൾ അരച്ചത്. ഞാൻ അപ്പം ആഡ് ചെയ്ത ശർക്കരയാണ്, പിന്നെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരുപാട് വെള്ളം ഒന്നും ആഡ് ചെയ്ത് ബാറ്റർ വാട്ടറി ആക്കാണ്ട് ട്രൈ ചെയ്യുക. മാവ് കണ്ടില്ലേ, ഒരു ചെറിയൊരു തരിതരിപ്പുണ്ട് എനിക്കിനകത്ത്. ഫൈനാക്കിയിട്ടില്ല. അപ്പം ഭയങ്കര പേസ്റ്റാക്കി അരയ്ക്കേണ്ട. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് അരയ്ക്കാം. അതിൻ്റെ കൂടെ പഴം ആഡ് ചെയ്യാനുണ്ട്. അതേപോലെ അരിയിടുക. നേരത്തെ പോലെ ആക്ച്വലി നമുക്ക് ഈ 1/2 കിലോ ശർക്കര വേണ്ടി വരില്ല. ഒരു സേഫ്റ്റിക്കാണ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. അഥവാ നമ്മുടെ മാവിന് മധുരം കുറവാണോ അല്ലെങ്കിൽ കുറച്ച് തിക്കായി പോയെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, അതിനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഒരു 1/2 കാലിനും ഇടയിലും. ഓക്കെ, 1/4 പോരാ, എന്നാൽ 1/2 വേണ്ട. ആ ഒരു ഇൻ ബിറ്റ്വീനാണ് വേണ്ടത്. അപ്പം ഇതൊന്ന് എഗെയിൻ കുറച്ച് ഒഴിക്കുക. പിന്നെ പഴം ഞാനിവിടെ 5 പഴം എടുത്തിട്ടുണ്ട്. 5 പാളയം കോടൻ പഴമാണ്. ഈ പഴം എപ്പോഴാണ് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാവ് അരയ്ക്കും. മാവ് ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് ആട്ടി അതൊരു ഹാഫ്, അതായത് ഭയങ്കര നമ്മൾ ഈ ഒരു ലെവൽ എത്തുന്നതിന് മുന്നേ സ്റ്റോപ്പ് ആക്കിയിട്ട് പഴങ്ങളൊക്കെ ഞാൻ അരിഞ്ഞിടും. ആദ്യമേ പഴം ഇടില്ല. അപ്പോൾ അതൊന്ന് ഹാഫ് അരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയിൽ പഴം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുറച്ച് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് മാവ് മുഴുവൻ ആട്ടിയിട്ടില്ല, ഒരു പകുതി പരുവത്തിൽ ആട്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. പാളയം കോടൻ പഴം. നമ്മൾ ഈ എന്താ പറയുക, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതും കൂടെ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ചും അരച്ചു. അത് നമ്മൾ പഴം ഇട്ടതുകൊണ്ടാണ് കുറച്ച് ലൈറ്റർ ഷെയ്ഡായിട്ട് വന്നിട്ടുള്ളത്. കുറച്ചൊരു തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുണ്ട്. പഴത്തിന് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം മധുരം എത്രയുണ്ട്. കുറവാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി മാവും നമുക്ക് മിക്സ് ആക്കി നോക്കാം, എത്രത്തോളം തിക്കാണോ എത്രത്തോളം വാട്ടറി ആണെന്നൊന്ന് നോക്കാൻ വേണ്ടി. കറക്റ്റാണ്. നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലോട്ടേക്കാണ് വരേണ്ടത്. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗം വേവാൻ സമയമെടുക്കും. അപ്പം പുറം ഭാഗം വല്ലാതെ കരിഞ്ഞു. ഒത്തിരി വാട്ടറി ആയി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഷേപ്പ് കിട്ടില്ല. അതിങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റാണ്. കുറച്ച് ഏലക്ക പൊടിപ്പിച്ചത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് 2-3 സാധനങ്ങൾ വറുത്തിടാനുണ്ട്, അത് ചെയ്യാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങ, നമുക്ക് തേങ്ങ കൊപ്ര എടുക്കാം, കൊപ്ര ഇല്ലെങ്കിൽ സാധാ തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇതൊന്ന് ചുമക്കോളം വറുക്കണം. നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇതെന്താണെങ്കിലും ഇടണം. ഇതിട്ടില്ലെങ്കിൽ ഭയങ്കര പ്ലെയിനായി പോകും ഉണ്ണിയപ്പം. നല്ല ഡാർക്ക് ഷെയ്ഡാവട്ടെ. പക്ഷെ കൊപ്രയായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. എനിക്ക് കൊപ്ര കിട്ടിയില്ല. ഇപ്പം നമുക്ക് നല്ല മണമാണ്. എനിക്ക് നല്ല മണം കിട്ടുന്നുണ്ട്. നെയ്യും തേങ്ങയും കൂടെ ഫ്രൈ ആകുമ്പോൾ നല്ലൊരു സ്മെല്ല്. ഒന്ന് ചുമന്ന് തുടങ്ങി. ഈ സമയം തീ കുറച്ച് വയ്ക്കുക. മതി, ഇത്രത്തോളം റെഡ് ഷെയ്ഡാൽ മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി കോരി എടുത്ത് വയ്ക്കാം. ഈ എണ്ണയിൽ ഇനി ഒരു സാധനം കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്, കുറച്ച് എള്ള്. അപ്പോൾ ഇതാദ്യം മാറ്റട്ടെ. ഇനി അതേ നെയ്യിലോട്ടേക്ക് കുറച്ച് എള്ള്, വളരെ കുറച്ച് എള്ള്, ഒരുപാടൊന്നും ഇടണ്ട. ഒരു ഇടയിലിടയിൽ കളറിങ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് എള്ള്. അതിനെ നമ്മൾ അതേ നെയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. എള്ള് ഒരുപാട് ഇടരുത്, അപ്പം ഫുള്ള് എള്ള് തന്നെ ആയിപ്പോവും. കുറച്ച് എള്ളിട്ടാൽ മതി. എള്ള് വേണമെന്നുള്ളവർക്ക് മാത്രം. നമ്മുടെ എള്ളും ഫ്രൈ ആയി കണ്ടില്ലേ. അതും നമുക്ക് തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ നെയ്യ് നമ്മൾ കളയണ്ട. ഈ നെയ്യ് ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഞങ്ങൾക്കൊക്കെ നെയ്യിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ച ഈ എള്ളും തേങ്ങാക്കൊത്തും നമുക്കിതിനകത്തോട്ടേക്ക് ഒഴിച്ചെടുക്കാം. ഒന്ന് തണുത്തിട്ട് ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കുക. ഈ സമയം നിങ്ങൾക്ക് മധുരം പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം പെർഫെക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. അപ്പം ഞാനൊന്ന് മധുരം നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. മധുരം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ശർക്കര ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പെർഫെക്റ്റ്, കറക്റ്റ് മധുരം. ഞാൻ ഇത് മധുരമോ അല്ലെങ്കിൽ ശർക്കര ഒന്നും ഒഴിക്കാൻ പോകുന്നില്ല. കൺസിസ്റ്റൻസിയും കുറച്ച് നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ തന്നെ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം നമ്മൾ മധുരം കറക്റ്റാണ്, കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യേണ്ട സമയമാണ്, അതായത് പുളിപ്പിക്കാൻ വെക്കുന്നത്. മിനിമം അല്ല, നിങ്ങളൊരു 8 മണിക്കൂർ ഇത് കറക്റ്റായിട്ട് പൊങ്ങാനായിട്ട് വെക്കണം. 2 മണിക്കൂർ വയ്ക്കുന്നവരുണ്ട്, 3 മണിക്കൂർ വയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഈ 8 മണിക്കൂർ നിങ്ങൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. ഒത്തിരി ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ണിയപ്പം ടഫായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച പോലത്തെ ടേസ്റ്റിൽ കിട്ടുന്നില്ല. പക്ഷേ ഈ 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നിങ്ങളിന്ന് രാവിലെ ആട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആകുമ്പോഴേക്കും ഉണ്ണിയപ്പം ചൂടുക. അപ്പം നമുക്ക് ഈ ഒരു ബാറ്ററിന് 8 മണിക്കൂർ ഏതെങ്കിലും ചൂടായിട്ടുള്ളൊരു സ്ഥലത്ത്, നമ്മുടെ കേരളത്തിൽ എല്ലായിടവും ചൂടാണ്, മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു വാമായിട്ടുള്ളൊരു പ്ലേസിൽ 8 മണിക്കൂർ നമുക്കിത് പൊങ്ങാനായിട്ട് വയ്ക്കാം.
അപ്പോൾ ഇത് ഞാൻ 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ഇപ്പം ഞാനിവിടെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ ആട്ടിയ ഉണ്ണിയപ്പത്തിൻ്റെ മാവാണ്. ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഉണ്ണിയപ്പം ചൂടാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സ്പേസിലും ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാവട്ടെ. ഹീറ്റ് ലോയിലായിട്ട് വയ്ക്കുക, കൂട്ടി വയ്ക്കരുത്, അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴെന്താ, എണ്ണ ഇത്രയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ് ആണെങ്കിൽ എണ്ണ അധികം കുടിക്കാണ്ടിരിക്കും ഉണ്ണിയപ്പം. ബാറ്റർ ഭയങ്കര വാട്ടറി ആണെങ്കിൽ നല്ലപോലെ എണ്ണ കുടിക്കും. ചൂടാവട്ടെ. നമ്മൾ പൊങ്ങാൻ വെച്ച മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിലപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് തിക്കായി ലേശം ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ച് തിക്നെസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം ശർക്കരപ്പാനി ഒഴിച്ചോ. അതോ മധുരം കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒരു 1/4 ഗ്ലാസ് കൂടെ വേണ്ട, ഒരു 2 സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി സ്പൂൺ ഒഴിക്കണ്ട. നമ്മുടെ യൂട്യൂബിലുള്ള ഒരു അന്നമ്മ ചേട്ടത്തി എന്നും പറഞ്ഞൊരു ചേട്ടത്തി ഉണ്ടല്ലോ, അവരുടെ ഒരു ട്രിക്കാണ് ഞാൻ കണ്ടത്. ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിനകത്തൊട്ടേക്ക് മാവ് ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഒഴിക്കാൻ ഈസിയായി, തറയിലൊന്നും ആവാണ്ടേ ഒറ്റയടിക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു നോക്കാം. ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളി ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗം എത്തുന്ന വരെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഹീറ്റ് കൂട്ടാണ്ട് പതുക്കെ സമയമെടുത്ത് വേവട്ടെ. നമുക്കൊന്ന് കമത്തിട്ട് നോക്കാം. ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കണ്ട. അപ്പം എന്താ പറയുക, ഇത് ജസ്റ്റ് ഹാർഡായി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം വേഗം തന്നെ ആ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ തിരിച്ചിടുക. ഇരിക്കടോ അവിടെ. ഉണ്ണിയപ്പം നിങ്ങൾ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് നേരം എണ്ണയിലിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കരുത്. നമ്മൾ ആ ഒരുപാട് നേരം എണ്ണയിലിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഹാർഡായിപ്പോൾ. നമ്മൾ ശബരിമലയത്തെയൊക്കെ ഒരു ഉണ്ണിയപ്പം പോലെ അവർ നല്ലതുപോലെ ചുട്ടെടുക്കും. അത് കുറച്ച് ഹാർഡായിപ്പോൾ, പക്ഷേ കുറേ ദിവസം നിൽക്കും, ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനത്തതിന് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കുക, റെഡിയായി. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഒരു ഉണ്ണിയപ്പം, നല്ലൊരു ഉണ്ണിയപ്പം നിങ്ങൾക്ക് കിട്ടും. ഞാനിതൊക്കെ ഒന്ന് ചുട്ട് തീർക്കട്ടെ.